ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ്, എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കേ. ഹായ്. സിസ്റ്റർ ഹായ് പറയുമ്പോൾ ഒരു ഹലോ പറ. ഹലോ. നിങ്ങൾ ഹായ് പറയേ. ഹായ്, ഹലോ. ഇനി എഴുന്നേറ്റ് നിന്നേ, ഒന്ന് കൈ ഉയർത്തി കൈ ഒന്ന് അടിച്ചേ. ഇനി സിസ്റ്റർ ഇങ്ങനെ ഒന്ന് വിളിച്ചേ, വിളിക്കേ. ഇനി കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. കുരിശ് വരയ്ക്കാം അല്ലേ? കരങ്ങൾ കൂപ്പി പിടിക്കാം. സ്വരമുയർത്തി വരയ്ക്കണേ. എല്ലാവരും ഈശോയെ മനസ്സിൽ ഓർത്തുകൊണ്ട് വരയ്ക്കണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. എന്നിട്ട് സുഖമാണോ? സന്തോഷമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒത്തിരി വിശേഷങ്ങളുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്താണെന്നറിയാവോ? 11ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പേര് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈശോ ആരുടെ പുത്രനാണെന്ന് പഠിക്കാൻ പോകണമെന്നറിയാവോ? ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ. കഴിഞ്ഞ പാഠത്തിൽ നിങ്ങളെല്ലാവരും ദേവാലയത്തിൽ പോയായിരുന്നോ? കഴിഞ്ഞ പാഠം പഠിച്ചപ്പോൾ ദേവാലയത്തിൽ എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞേ? ശരിയാ, പ്രാർത്ഥിക്കാനായിട്ട് അല്ലേ? ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു റയോണുണ്ട്. അവൻ പറയും, ടീച്ചറേ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. ഞാൻ ചോദിച്ചു, മോൻ ആരുടെ കൂടെയാണ് പള്ളിയിൽ പോകുന്നേ? അപ്പയുടെയും അമ്മയുടെയും കൂടെ എല്ലാ ദിവസവും ഞാൻ നടന്ന് പള്ളിയിൽ പോകും. എന്നിട്ട് അവൻ പറയാ, നടന്ന് പള്ളിയിൽ പോകുമ്പോൾ അപ്പയും അമ്മയും എപ്പോഴും നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ പോകും. ഞാനും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് ചൊല്ലിക്കൊണ്ടാണ് പള്ളിയിൽ പോകണേന്ന്. എനിക്കിഷ്ടപ്പെട്ടു റയോണെ. നിങ്ങളങ്ങനെ ചെല്ലുന്നുണ്ടോ? പള്ളിയിൽ പോകുന്നില്ല? കൊറോണ അതുകൊണ്ട് നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്നില്ലേ? സാരില്ല കേട്ടോ. കൊറോണ കുറയുമ്പോൾ അപ്പയുടെ അമ്മയുടെയും കൂടെ പള്ളിയിൽ പോകണം. റയോണിനെ പോലെ കുറേ കൂട്ടുകാർ പള്ളിയിൽ വരുന്നുണ്ട്. മരീറ്റ വരുന്നുണ്ട്, മരീന വരുന്നുണ്ട്, സിസ്റ്ററിൻ്റെ പള്ളിയിൽ കിച്ചു വരുന്നുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ വരുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് സിസ്റ്ററിന് കയ്യെ പിടിച്ചിട്ട് പറയും, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. ഈശോയ്ക്ക് സ്തുതി ചൊല്ലി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് അപ്പയമ്മയുടെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് എന്ത് രസമാണെന്നറിയോ? ഇനി നമ്മളിന്ന് ഒരു പാട്ട് പഠിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത്. ആ പാട്ട് ആരാ പാടിയെന്നറിയണോ? ഞാൻ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ കിച്ചുവും റയോണും കൂടി അപ്പുറത്തെ വീടിൻ്റെ പുറകുവശത്ത് പോയി നിൽക്കുക. കുറേ നേരം ഇറങ്ങിയപ്പോൾ അവൻ്റെ അമ്മ വിളിച്ചു, കിച്ചു. അവൻ വിളി കേൾക്കുന്നില്ല. അമ്മ പറഞ്ഞു, ഇവൻ എവിടെയാ പോയി കിടക്കുന്നത്? എടാ കിച്ചു, നീ എവിടെയാ? അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ച് വീടിൻ്റെ പുറകുവശത്ത് നിൽക്കുമ്പോൾ കേൾക്കാം 2 പേരുകൂടെ പാടുന്ന പാട്ട്. യേശുവെന്നൊരു തോട്ടക്കാരൻ ഭൂമി എന്നൊരു പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 വെട്ടിയൊരുക്കിയ മരമല്ലോ നാം, മരമല്ലോ നാം, മരമല്ലോ നാം, മരമല്ലോ നാം. കിച്ചുവിൻ്റെ അമ്മ പമ്മി നിന്നിട്ട് നോക്കി, ഇവരെന്തായി പാടുന്നേ? ഇവരും 3-4 പേരുണ്ടല്ലോ. അയൽപക്കത്തെ റയോണും ജെഫിനും മാത്യൂസും ആൻ്റണിയും 5-6 പേരുണ്ട്. അമ്മ അനങ്ങാതെ നിന്നിട്ട് ഇവർ പാടുന്ന പാട്ട് കേട്ടു. എന്താ പാടിയെന്നറിയണോ? അറിയാമോ ഈ പാട്ട്? അറിയത്തില്ലല്ലേ? നമുക്കും പഠിക്കാം. എന്നിട്ട് ആ കൂട്ടുകാരുടെ കൂടെ നമുക്കും ഉച്ചതി പാടണം. ഇവർ പാടുന്നത് എങ്ങനെയാണെന്നറിയണോ? യേശുവെന്നൊരു തോട്ടക്കാരൻ ഭൂമി എന്നൊരു പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 വെട്ടിയൊരുക്കിയ മരമല്ലോ നാം, മരമല്ലോ നാം, മരമല്ലോ നാം, മരമല്ലോ നാം. ഹായ്, എന്ത് രസമായി പാട്ട് കേൾക്കാൻ. അമ്മ ശ്രദ്ധിച്ചു നിന്നും. വീണ്ടും പാടുവാണ്.
വെട്ടിക്കളയും ഫലമില്ല എങ്കിൽ വെട്ടിയൊരുക്കി നല്ല ഫലം നൽകിയിടും. വെട്ടിക്കളയും ഫലമില്ല എങ്കിൽ വെട്ടിയൊരുക്കി നല്ല ഫലം നൽകിയിടും. മണ്ണു കിളച്ച്, അമ്മ നോക്കി, തൂമ്പ എടുത്തിട്ട് കളക്കിയാണല്ലോ. മണ്ണു കിളച്ച് വെള്ളമൊഴിച്ച്, മണ്ണു കിളച്ച് ആഹാ വെള്ളമൊഴിച്ച് കൂടുതൽ കായ്ച്ചിടുവാൻ, കൂടുതൽ കായ്ച്ചിടുവാൻ. യേശുവെന്നൊരു തോട്ടക്കാരൻ ഭൂമി എന്നൊരു പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 വെട്ടിയൊരുക്കിയ മരമല്ലോ നാം, മരമല്ലോ നാം, മരമല്ലോ നാം, മരമല്ലോ നാം. അമ്മ കൈയടിച്ചു. അമ്മ ചോദിച്ചു, എന്താ നിങ്ങൾ പാടുന്നത്? അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി കിച്ചുവിൻ്റെ കൂടെ വന്നിട്ട് അമ്മയോട് പറയാ, അമ്മേ അമ്മേ, കഴിഞ്ഞ ദിവസേ ചെടി നടണമെന്നും വെള്ളമൊഴിക്കണമെന്നും അമ്മയെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഈ ഭൂമിയിലുള്ള യേശു നട്ട മരങ്ങളാ. ഞങ്ങൾ നല്ല ഫലങ്ങൾ കായ്ക്കും, ഒത്തിരിയേറെ നന്മ ചെയ്യും, നല്ല കുട്ടികളാകും. ഉണ്ണിയേശുവിനെ പോലെ ഞങ്ങൾ ഒത്തിരി നന്മ ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കുമേ. അമ്മ ഇങ്ങനെ അതിശയപ്പെട്ട് നോക്കുക. കൊള്ളാലോ, നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ. അമ്മ പറഞ്ഞു, മതി മതി മതി, പാട്ടൊക്കെ പാടിയത് മതി, വേഗം വന്നേ. ഇന്ന് നമ്മുടെ മാട്ടിൻ്റെ മാമുദിസയല്ലേ, നമുക്ക് പള്ളിയിൽ പോകണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിച്ചു ഓടി വന്നു, കൂട്ടുകാരോട് പറഞ്ഞു, ടാറ്റാ, നാളെ നമുക്ക് കാണാം, നാളെ നമുക്ക് പാട്ട് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്താണെന്നറിയണോ? കിച്ചുവിൻ്റെ കുഞ്ഞനിയൻ്റെ മാമോദിസ നാളെ. മാമോദിസ സ്വീകരിക്കുന്ന ആരാന്നറിയാവോ? കിച്ചുവിൻ്റെ അനിയൻ മാർട്ടിൻ. മാർട്ടിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ലേ? സിസ്റ്റർ കാണിച്ചു തരാമല്ലോ മാർട്ടിനെ. കിച്ചുവിന് മാർട്ടിനെ ഒത്തിരി ഇഷ്ടമാണ്. കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് കിച്ചുവിൻ്റെ അനിയൻ മാർട്ടിൻ. ഈ മാർട്ടിൻ്റെ മാമോദിസ നാളെ. നല്ല മിടുക്കനല്ലേ? കണ്ടോ? തോപ്പിയൊക്കെ വെച്ച് നല്ല മിടുക്കനായിട്ടാണ് അവനിങ്ങനെ വളർന്നു വരുന്നത്. കിച്ചുവിന് എന്ത് ഇഷ്ടമാണെന്നറിയവന്. ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ കൈയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കും കിച്ചു. എന്നിട്ട് പറയും, ഇവനെ ഈശോയുടെ മിടുക്കൻ കുട്ടനാക്കണമെന്ന്. നല്ല മിടുക്കൻ കുട്ടനാക്കണ്ടോ? കിച്ചുവിൻ്റെ കുട്ടൻ നാളെ ഇവൻ്റെ മാമോദിസയാ. എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഒരു ഹായ് പറഞ്ഞവന് ഇതാ ചിരിച്ചോണ്ട് നിങ്ങളെ നോക്കുന്നതുണ്ടോ? എങ്ങനെയുണ്ട്? നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ മാമോദിസായിക്ക്? ഈശോയുടെ കൂട്ടുകാരെ, ഈ മാമോദിസ എന്ന് പറഞ്ഞ് എന്താണെന്നറിയാവോ? അറിയത്തില്ലല്ലോ. സിസ്റ്റർ പറഞ്ഞു തരാം. ഈശോയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം ഈശോ ഇതാ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ദൈവം ഈശോയുടെ അടുത്തിട്ട് പറയുകയാണ്, ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ദിവസമായി എന്ന്. ഉടനെ തന്നെ ദാ അങ്ങൊരു നദി കണ്ടോ? ജോർദാൻ നദി. ആ നദിയിലേക്ക് നമ്മുടെ ഈശോ നടന്നു പോയി. അവിടെ ഇളയമയുടെ മകനായ സ്നാപക യോഹന്നാനുണ്ട്. ഈ സ്നാപക യോഹന്നാൻ എല്ലാവർക്കും മാമോദിസ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഈശോയും ആ യോർദാൻ നദിയിൽ പോയിട്ട് മാമോദിസ സ്വീകരിച്ചു. അപ്പോൾ ഒരു സ്വരം കേട്ടു. പെട്ടെന്ന് ഈശോ നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നറിയണോ? സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്ന് ഈശോയുടെ മേലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഒരൊച്ചത്തിൽ സ്വരം കേട്ടു. ആ സ്വരം എന്താണെന്നറിയണോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ സ്വരം ഈശോ കേട്ടു. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാവോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യമാണ്. എന്തായിരുന്നു അത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഈ വാക്ക് കേട്ട നിമിഷം ഈശോ പ്രാർത്ഥിച്ചു. ദൈവത്തിന് തിരുമുമ്പിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്തിനാ നന്ദി പറഞ്ഞെന്നറിയാവോ? ഈശോ
ദൈവത്തിൻ്റെ പുത്രനായി തീർന്നതിനെ ഓർത്ത്. നമ്മളും ഈശോയെ പോലെ ദൈവത്തിൻ്റെ മകനും മകളും ആയിത്തീരുന്നത് എങ്ങനെയാണ്? മാമോദിസായിലൂടെയാണ്. എങ്ങനെയാണ്? മാമോദിസായിലൂടെയാണ്. ഈശോ ആരാണെന്നാണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ പുത്രൻ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആരാണ്? ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ആരാണ്? ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ? ഇനി സിസ്റ്റർ ഒരു പാട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു പാട്ടാണ്. എല്ലാവരും പഠിക്കണേ ആ പാട്ട്. യോർദാൻ നദിയിൽ ഈശോനാഥൻ മാമോദിസ കൈക്കൊണ്ടപ്പോൾ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു, ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു. ഒന്നുകൂടി പാടാവോ? സ്വരമുയർത്തി പാടാവോ? യോർദാൻ നദിയിൽ ഈശോനാഥൻ മാമോദിസ കൈക്കൊണ്ടപ്പോൾ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു, ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു. ഇനി എന്താണ്? പാവനമായൊരു മാമോദിസ. എന്താണ്? പാവനമായൊരു മാമോദിസ കൈക്കൊണ്ടിടും ആ നിമിഷത്തിൽ ദൈവത്തിൻ പ്രിയ മക്കളതായി തീരുന്നു നാം ദൈവിക കൃപയാൽ. ഈ പാട്ട് അപ്പയോടും അമ്മയോടും പറയണം, പഠിപ്പിച്ചു തരാൻ. എന്നിട്ട് പഠിക്കുവോ? നല്ല പാട്ടല്ലേ? ഈ പാട്ട് കൈയടിച്ചുകൊണ്ട് നിങ്ങൾ പാടി പഠിക്കണം. യോർദാൻ നദിയിൽ ഈശോനാഥൻ മാമോദിസ കൈക്കൊണ്ടപ്പോൾ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു, ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു. എല്ലാവരും പഠിക്കില്ലേ? നല്ല കൂട്ടുകാരാണ്, പഠിക്കണം കേട്ടോ. ഇനി ഇതാ ഒരു ഹോംവർക്ക് സിസ്റ്റർ തരാൻ പോവുകയാണ്. എന്താ ഹോംവർക്ക് എന്നറിയാവോ? നിങ്ങളുടെ പുസ്തകത്തിൽ പല നിറത്തിൽ എഴുതുക. എന്താ എഴുതേണ്ടതെന്ന് അറിയാവോ? നോക്കിക്കേ എന്താന്ന്. ഈശോ ദൈവത്തിൻ്റെ പുത്രൻ. എന്തായിരുന്നു? ഈശോ ദൈവത്തിൻ്റെ പുത്രൻ. ഇത് പല നിറത്തിൽ നിങ്ങൾ എഴുതി വെക്കണം. എല്ലാവരും എഴുതണം, ആവർത്തിച്ചെഴുതണം. ഈശോ ദൈവത്തിൻ്റെ പുത്രൻ. കൂട്ടുകാരെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ചാടി ഒന്ന് എഴുന്നേൽക്ക്. ഇന്ന് നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ്. ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഒരു സ്വരം കേട്ടു. ആ സ്വരം എന്തായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ വചനം മറന്നു പോകരുത്. എല്ലാവരും ഈ വചനം ബൈഹാർട്ടായിട്ട് പഠിക്കണം. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയുടെ മേൽ വന്നു. ഇത് മറക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നാമും മാമോദിസ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്കും ലഭിക്കും. നമ്മളും ദൈവത്തിൻ്റെ മക്കളായിത്തീരും. ആരുടെ മക്കളായിത്തീരും? നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മൾ ഓരോരുത്തരും തീരുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാവരും എഴുന്നേറ്റേ. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. ചാടി ഒന്ന് എഴുന്നേറ്റേ. ഇനി കൈകളൊന്ന് കുപ്പി പിടിച്ചേ. സൃഷ്ടി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലണം. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ദൈവത്തിൻ്റെ മകനും മകളുമായി എന്നെയും തീർക്കണേ. നല്ല ഈശോയെ, ദൈവത്തിൻ്റെ ഓമന മകളും മകനുമായി എന്നെയും തീർക്കണമേ. ആമേൻ. പഠിച്ചോ? പ്രാർത്ഥിച്ചോ? ഇനി എല്ലാവരും ഒന്ന് കുരിശ് വരച്ചേ. എല്ലാവരും കുരിശ് വരയ്ക്കുക. കൈക്കുട്ടി പിടിക്കുക. ചിലർ ഇപ്പോഴും അവിടെ ഇരിക്കുക. ഒന്ന് ചാടി എഴുന്നേറ്റ് നിൽക്കുക. കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.